അകാലത്തിൽ വേർപിരിഞ്ഞ വിനോദരാജിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ കാരുണ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 ലക്ഷം രൂപയും ഖജനാപ്പാറ യൂണിറ്റ് സമാഹരിച്ച 1,10,10,000 രൂപയും ചേർത്ത് 7,60,000 രൂപ കുടുംബത്തിന് നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. വിനോദിന്റെ ഭാര്യ ചിത്രയും മക്കളും ചേർന്നാണ് ധനസഹായം ഏറ്റുവാങ്ങിയത്. അകാലത്തിൽ കുടുംബനാഥനെ നഷ്ടപ്പെടുന്ന വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. 2 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി വ്യാപാരി സമൂഹത്തിനുള്ളിൽ വലിയ പിന്തുണ നേടി മുന്നേറുകയാണ്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതിനകം 40-ലധികം വ്യാപാരി കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബങ്ങൾക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാണെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി. ഖജനാപ്പാറ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരികളിൽ ഐക്യവും സഹകരണവും വളർത്തുന്നതിൽ കാരുണ്യം പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഓരോ അംഗങ്ങൾ മരിക്കുന്നതും ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമാണ്. പക്ഷേ ആ കുടുംബത്തിന് കൈത്താങ്ങാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ പല വിധത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിനോദിൻ്റെ കുടുംബാംഗങ്ങളോട് ഒരു പ്രത്യേകമായ സ്നേഹവും പ്രത്യേകമായ അവരോടൊരു അനുശോചനവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഭാര്യയുടെ പേരിലാണ് അതിൻ്റെ അവകാശിയാക്കി വെച്ചിട്ടുള്ളത്. ഡയസ് സൂചിപ്പിച്ചതുപോലെ അവരുടെ അക്കൗണ്ടിലേക്ക് നാളെ തന്നെ ഈ 6.5 ലക്ഷം രൂപയുടെ ഇത് കയറും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അതായത് ഈയിടെ ഒരു 10,300-400 പേരോളം ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 11,300ഓളം ആളുകൾ ഈ പദ്ധതിയിലുണ്ട്. പ്രസിഡന്റ് കറുപ്പുസ്വാമി, നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോൺസൺ, വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡയസ് പുല്ലൻ, ട്രഷറർ സിബി കൊച്ചുവള്ളാട്ട്, യൂണിറ്റ് ട്രഷറർ ജവഹർലാൽ നെഹ്റു എന്നിവരും മറ്റ് വ്യാപാരികളും പങ്കെടുത്തു. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.